SF ജില്ലാ നേതൃത്വം അറിഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു വിഷയം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിലവിൽ അവിടെ കലോത്സവം ഈ സംഘർഷ അവസാനം പോലീസിൻ്റെ എസ്കോർട്ട് കൂടിയാണ് ഈ പറഞ്ഞ ആംബുലൻസ് പുറത്തേക്ക് പോകുന്നത്. ആ ഘട്ടത്തിൽ SFIയുടെ പ്രവർത്തകർ മുഴുവൻ ഹോളി ഗ്രേസ് ക്യാമ്പസിനകത്താണുള്ളത്. ഞങ്ങളാരും പുറത്തു പോയിട്ടില്ല. ഇനി മറ്റാരെങ്കിലും ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അന്വേഷിക്കട്ടെ. എന്നാൽ SFIയുടെ ജില്ലാ നേതൃത്വവും അതിന് ബന്ധപ്പെട്ട ലീഡർഷിപ്പോ അത് ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടില്ല. അതാണ് ഞങ്ങളുടെ ന്യായീകരണം. നമ്മുടെ പ്രവർത്തകരാരും അല്ല, ഞങ്ങളുടെ പ്രവർത്തകരല്ല എന്ന് പറഞ്ഞാൽ ഞാൻ CCTV കണ്ടിട്ടില്ല. ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിരവധി പേർക്ക് മർദ്ദനം കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ ആളുകൾ മർദ്ദിപ്പിച്ചിട്ടുണ്ട്. ഇനി അവരാരെങ്കിലും അവിടെ പോയി അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഞങ്ങൾ കണ്ടിട്ടില്ല, CCTV ദൃശ്യങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ജില്ലാ നേതൃത്വത്തിൻ്റെ ഒരു അറിവും ഓടുകൂടിയല്ല ആ വിഷയം അവിടെ ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഗുരുതരമായ പരിക്ക് ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ടുള്ള ശ്രമം ഉണ്ടോ അതിനകത്ത്? KSU നടത്തുന്നുണ്ടല്ലോ. KSU പൊതുവേ പറയുന്ന എന്താണ്, SFI KSU സംഘർഷം എന്നുള്ള രീതിയിലേക്കാണല്ലോ പൊതുവേ ഇതിനെ വളച്ചൊടിക്കുന്നത്. ഇത് വളരെ ബോധപൂർവ്വം ഉണ്ടാക്കുന്നതാണ്. അവിടെ നടന്നത് എന്താണ്, പൊതുവിദ്യാർത്ഥികൾക്ക് മർദ്ദനമായിട്ടുള്ളത്. ആ കലോത്സവം ബന്ധപ്പെട്ട് പങ്കെടുക്കാനെത്തിയ മത്സരാർത്ഥികൾ, വിവിധ ക്യാമ്പസുകളിൽ നിന്ന് വന്ന അധ്യാപകർ, മറ്റുൾപ്പെടെയുള്ള ആളുകൾക്ക് മർദ്ദനം ഏൽക്കുന്നതായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഇപ്പോൾ ഇത് ബന്ധപ്പെട്ട് പങ്കെടുക്കാൻ വന്ന വിവിധ ക്യാമ്പസുകളിൽ വേണമെങ്കിൽ അവിടുത്തെ പങ്കെടുത്ത വിദ്യാർത്ഥികളോട് ചോദിക്കാം എന്താണ് അവിടെ നടന്നതെന്നുള്ളത്. അവിടെ ഒരു ഘട്ടത്തിലും SFI KSU അതിനപ്പുറത്തേക്ക് എന്താണ്, പങ്കെടുക്കാൻ വന്ന മത്സരാർത്ഥികളും സംഘാടകരും തമ്മിലായിരുന്നു വിഷയങ്ങൾ രൂപപ്പെട്ടു തുടങ്ങിയത്. ഇപ്പോൾ ആ CCTV ദൃശ്യങ്ങളിലുള്ളത്, ഇപ്പോൾ ഒരു ആംബുലൻസ് പോകുന്നു, ആംബുലൻസിൻ്റെ ഒരു കാർ വട്ടം വയ്ക്കുന്നു, ആ കാറിൽ 4 പേര് പുറത്തേക്ക് ഇറങ്ങുന്നു, കാറ് അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നു. ആ 4 പേര് ഒരാൾ കല്ലെടുത്തെറിയുന്നു, മറ്റൊരാൾ കമ്പി കൊണ്ടോ അതോ വടി കൊണ്ടോ ചില്ലിലടിക്കുന്നു. ഇതാണ് ആ ദൃശ്യങ്ങളുള്ളത്. അത് ആ SFI ആയിട്ട് യാതൊരു ബന്ധമില്ല അല്ലേ? SFI ജില്ലാ നേതൃത്വം അറിഞ്ഞുകൊണ്ടല്ല ഈ വിഷയം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയില്ല. ഞങ്ങൾ CCTV കണ്ടിട്ടില്ല. ആരാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. എന്താണ്, അവിടെ ഈ സംഘർഷം കഴിഞ്ഞ് പോലീസിൻ്റെ എസ്കോർട്ടോട് കൂടിയാണ് ഈ ആംബുലൻസ് പുറത്ത് പോകുന്നത്. ആ ഘട്ടത്തിൽ ഹോളി ഗ്രേസ് മാള കോളേജിനകത്ത് മുഴുവൻ SFI പ്രവർത്തകരുണ്ട്, SFI ജില്ലാ ലീഡർഷിപ്പ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇവർ പോകുന്നത് ഞങ്ങൾ കാണുന്നതാണ്. ഇവർ പോലീസിൻ്റെ എസ്കോർട്ടോട് പോയ ഒരു വാഹനത്തിനെ എങ്ങനെ പോയാലും SFI പ്രവർത്തകർക്ക് പോയിട്ട് ആക്രമിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞാൻ അതിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത് അന്വേഷിക്കണം. പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അന്വേഷിക്കട്ടെ.